കൂടുതൽ വെള്ളച്ചാട്ടങ്ങൾ കാണുന്നത് എപ്പോഴാണെന്നറിയാമോ? അത് ഈ മൺസൂൺ സീസണിൽ തന്നെയാണ്. EVM വീൽസിനൊപ്പം കൊച്ചിയിൽ നിന്നും മൂന്നാർ വരെ ഒരു ഡ്രൈവിനായാണ് മൂന്നാറിലേക്ക് യാത്ര തിരിച്ചത്. തുടക്കം മുതലേ നല്ല മഴയായിരുന്നു. ഹൈറേഞ്ചിന്റെ കവാടമായ നേരിയമംഗലത്തും ഇരുണ്ടു കയറിയ മാനത്തിനോ മഴയ്ക്കോ ഒരു മാറ്റവും ഇല്ലായിരുന്നു. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ഈ ചീയാപ്പാറ വെള്ളച്ചാട്ടമായിരിക്കും. മഴ കൂടിയായപ്പോ അതിന്റെ ഭംഗിയെക്കുറിച്ച് പറയണ്ടല്ലോ. നല്ല തണുപ്പും മഴയും ഉണ്ടെങ്കിലും ഇവിടെ എത്തുന്നവർക്ക് അതൊന്നും ഒരു പ്രശ്നേ അല്ല. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പേരറിയാത്തതും പേരറിയുന്നതുമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ റോഡിന് വശങ്ങളിലായി കാണാം. ചിലതൊക്കെ മഴയുടെ ഒപ്പം ഒഴുകുന്നതാണ്. ദൂരെ മലമുകളിലേക്ക് നോക്കിയാൽ വെള്ളിവരകൾ പോലെ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന വെള്ളച്ചാട്ടങ്ങളും കാണാം. മഴക്കാലത്തുള്ള ഹൈറേഞ്ച് യാത്രകൾ വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. മഴ പെയ്ത് തെന്നിക്കിടക്കുന്ന റോഡുകൾ, കാറ്റിൽ ചെരിഞ്ഞു വീഴുന്ന മരങ്ങളും ചോലകളും, എപ്പോ വേണമെങ്കിലും മണ്ണിടിയാവുന്ന വഴികൾ, അങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കണം മഴയാത്രകളിൽ. ഇനി നേരെ ചിന്നക്കനാലിലേക്കാണ്. അവിടെയുള്ള മൗണ്ടൻ ക്ലബ് റിസോർട്ട്, അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. പഴയ ബ്രിട്ടീഷ് നിർമ്മിതികൾ പോലുള്ള ഒരുപാട് കോട്ടേജുകൾ, ഇരുവശത്തും നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, അങ്ങനെ ഒരു സ്ഥലമാണ് മൗണ്ടൻ ക്ലബ് റിസോർട്ട്. അതിനേക്കാളൊക്കെ വലിയ അത്ഭുതം ഇവിടെയുണ്ട്. ഈ കാണുന്ന മലഞ്ചെരുവ്. ഇവിടെ വന്ന് നിന്ന മൂന്നാറിന്റെ ഒരു മികച്ച കാഴ്ച അനുഭവം ലഭിക്കുമെങ്കിലും അതിലും മികച്ചതായി തോന്നിയത് ഇവിടെ വീശുന്ന കാറ്റാണ്. തുടർച്ചയായി വീശിക്കൊണ്ടിരിക്കുന്ന തണുത്ത കാറ്റ്, അത് ഈ ചെരുവിലെ പുല്ലിനെയും മരങ്ങളെയും ഒക്കെ ആട്ടി ഉലയ്ക്കുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ടാണ് ഇത്രയും കാറ്റ്. ചെറിയ ഇടവേളകളിലായി വീശിക്കൊണ്ടിരിക്കുന്ന തണുത്ത കാറ്റിൽ ഈ ചെരുവിലെ എക്സ്പീരിയൻസ് അനുഭവിച്ചു തന്നെ അറിയണം. മഴയിൽ ഒരുപാട് കാഴ്ചകൾ നഷ്ടമായെങ്കിലും ഈ യാത്ര ഒരു പുത്തൻ അനുഭവമായിരുന്നു. ഇരുട്ട് നിറഞ്ഞ വഴികളും ചാഞ്ഞു വീണ മരങ്ങളും മൂടിക്കെട്ടിയ ആകാശവും, അങ്ങനെ സാഹസികത തോന്നിയ ഒരുപാട് നിമിഷങ്ങൾ.